ഹലോ എവറി വൺ, വെൽക്കം ടു FSR ലൈവ്. സോ റോഡ്രി ബാർസയിലേക്ക് ഗ്രീൻ ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും റോഡ്രി ബാർസയിലേക്ക് എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. കുറേ ആയിട്ട് മാൻ സിറ്റി ആയിട്ട് റയൽ മാഡ്രിഡ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ബാർസ ഒരു ചെക്ക് വെച്ചതാണ്. സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യവും നമ്മളെ യാൻ ഡിമോണ്ടയുടെ ട്രാൻസ്ഫറിൻ്റെ ആ ഒരു തിരക്കിൽപ്പെട്ട റയൽ മാഡ്രിഡിന് അറിയാതെ ബാർസ ഒരു പണി അങ്ങ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫൈനലി ഇപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് ട്രിഗർ ചെയ്യിപ്പിക്കാനാണ് എന്നൊക്കെയാണ് ആദ്യം നമ്മൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ബാർസ ഈ ട്രാൻസ്ഫർ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത്. ബാർസ ആദ്യം പറഞ്ഞത് റയൽ എന്ത് കൊടുക്കുന്നു അത് ഞങ്ങളും തരാം എന്നാണ് മാൻ സിറ്റി അറിയിച്ചത്. പിന്നെ റോഡ്രിയുടെ തീരുമാനമായിരുന്നു. ഫൈനലി ഇപ്പോൾ റോഡ്രി ബാർസയിലേക്ക് എന്നാണ് ഇപ്പോൾ ഫൈനലി അറിയിച്ചത്. അത് റയൽ മാഡ്രിഡിനെ തന്നെ റോഡ്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ട്വിസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നടന്നത്. കാരണം റയൽ കണ്ടുവച്ചൊരു പ്ലെയറെ ബാർസ കൊത്തിക്കൊണ്ടുപോയി. കാരണം റയൽ കണ്ടുവച്ച ഒരാളെ ബാർസ കൊത്തിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല. കാരണം പെരസൊക്കെ ഇടപെട്ടതാണ്. നമ്മൾ ഓൾറെഡി ഉറപ്പിച്ചതാണ്. കാരണം റോഡ്രി റയലിലോട്ട് എന്നുള്ള കാര്യം കൺഫേം ആയിടത്തുനിന്നാണ് ഇപ്പം ബാർസ അങ്ങോട്ട് ഹുക്കിട്ട് കൊളുത്തി ഹൈജാക്ക് ചെയ്തത്. എന്തായാലും ബാർസ റോഡ്രിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും എഗ്രി ചെയ്തിട്ടുണ്ട് 100%. ഇനിയിപ്പോൾ കമൻട്രി ബോക്സ് പറയാൻ പോകുന്നത് റോഡ്രി, പെഡ്രി, ലാമിൻ യമാൽ, ഡാനി ഓൾമോ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം സ്പെയിനിൽ കണ്ട അതേ സംഭവം തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. പിന്നെ ബാർസയുടെ ഈ സീസണിലെ ബെസ്റ്റ് സൈനിങ് ആയിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. സോ ഗംഭീര സൈനിങ് തന്നെയാണ്. കാരണം റോഡ്രി വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയറാണ്, ഗോൾഡൻ ബോളൊക്കെ കിട്ടിയതാണ്. പക്ഷേ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഫൈനലി റോഡ്രി ടു ബാർസലോന എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്. ആദ്യം ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വിശ്വസിച്ചു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ യാൻ ഡിമോൻ്റെ റെക്കോർഡ് ട്രാൻസ്ഫറിനാണ് റയൽ മാഡ്രിഡിൽ എത്തിയത്. 140 മില്യൺ യൂറോക്കാണ്. റയൽ മാഡ്രിഡിൻ്റെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ട്രാൻസ്ഫറിൽ ഒന്നാണ്. ഒരു 19-കാരൻ ആഫ്രിക്കൻ ഐവറി കോസ്റ്റിൻ പ്ലെയർ RB ലിപ്സിക്കിൽ നിന്ന് ഇപ്പോൾ റയൽ മാഡ്രിഡിൽ എത്തിയത്. സോ ഗംഭീര പ്ലെയറാണ്, അത് യാതൊരു സംശയവുമില്ല. ബട്ട് റോഡ്രിയുടെ കാര്യം ഒരുപാട് റയൽ മാഡ്രിഡ് ആഗ്രഹിച്ചതാണ്. റോഡ്രിനെ റയൽ മാഡ്രിഡ് ആഗ്രഹിച്ചതൊന്നും റയൽ മാഡ്രിഡിന് കിട്ടാതാവാറില്ല. പക്ഷേ ഇവിടെ ബാർസ ഒരു ചെക്ക് വെച്ചിട്ടുണ്ട്. ഗംഭീര ചെക്ക് തന്നെയാണ് വെച്ചത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് റോഡ്രി ബാർസയിൽ എത്തുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ മധ്യനിരയിൽ ബാർസ ഇപ്പം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.